നമുക്കിത് വെള്ളം കിട്ടും കുഞ്ഞിനാണ് ഈ വെളിച്ചൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫസ്റ്റ് നൈറ്റ് കാരവാൻ. ഇവൻ കുളിച്ചില്ലല്ലോ. UK വന്നിട്ട് ആരുടെയായിട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ വിളിക്കുന്നേ. നല്ല അടിപൊളി. നമ്മളവിടെ 4 കാലും അങ്ങനെ കുത്തി നടക്കാണ്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കുഞ്ഞ എണീക്ക്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. പുറത്തൊക്കെ നല്ല ഇങ്ങനെ കിളികളുടെ ഒക്കെ വെച്ചാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ വയലിലൊക്കെ പോവില്ലേ, അപ്പൊ കേൾക്കുന്ന ശബ്ദമില്ലേ, വെളുപ്പാങ്കാലത്തെ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കിരികിരികിരാ വെച്ചുണ്ടാക്കുന്ന കിളികള്. അങ്ങനെ സ്കൈ ബേബി ആണ്. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തക്കുമ്പൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമായിരുന്നു, എവിടെ നിന്ന് വെച്ചാന്ന് നോക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഒമ്പോഞ്ഞി അത് കിളികൾ ഈ വണ്ടിന്റെ മുന്നിൽ വന്ന് ഇരിക്കുന്നുണ്ട്. കൊറേ കിളികളുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? നല്ല രസമായിരുന്നു കേട്ടോ. ഫസ്റ്റ് നൈറ്റ് കാരവാൻ. അങ്ങനെയല്ല, കാരവാനിലെ ഫസ്റ്റ് നൈറ്റ് അതല്ലേ ഞാൻ ഉദ്ദേശിച്ച. കാരവാനിലെ ആദ്യത്തെ രാത്രി, മനസ്സിലായോ? അതാണ് മലയാളത്തിൽ പറയുമ്പോ കുഴപ്പമില്ല. അപ്പോഴപ്പോഴും തന്നെ കമന്നു വന്ന്. അപ്പൊ കൂട്ടുകാരെ ഇച്ച് ചായ ഉണ്ടാക്കും കേട്ടോ. രാവിലെ ചായ കുടിക്കാം കേട്ടോ. നല്ല ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് ഉള്ള ചായയാണേ. ചായ 3 പേരുടെ കുളിയും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവൻ കുളിച്ചില്ലല്ലോ, ഞങ്ങൾ കുളിച്ചു. ചായ കുടിക്കാം. ഞാൻ ഇവിടെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കുക കേട്ടോ. എന്താടാ? അപ്പൊ നമ്മുടെ പൊന്ന് രാവിലെ എണീച്ചിട്ട് ഫോൺ കഴുകിയതാണ്ട് സുന്ദരിക്കുട്ടിയാവും നോക്കുവാണേ. എടി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ പക്ഷെ മോൻ കഴിക്കട്ടോ. എടി നോക്കടി. എടാ ഞാൻ ബാത്റൂമിലാണ്. ബാത്റൂമില് വെറുതെ വിടില്ല ചെക്കൻ. ഭക്ഷണം കഴിക്കുക കൂട്ടുകാരെ. പോടി. സ്കൈ ബേബി നല്ല ഉറക്കത്തിലാണേ. സ്കൈ ബേബി നമ്മൾ ഈ കൊട്ടയെ കടത്തി കേട്ടോ. അവള് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കണ്ടോ. അയ്യോ. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ രാവിലെ എന്ന് വെച്ചാല് നമ്മുടെ ചായ, നമ്മുടെ ഏലക്കൊക്കെ ഇട്ട ചായ കേട്ടോ. അതും പിന്നെ കോൺഫ്ലേക്സും ആണ് രാവിലെ കഴിക്കുന്നത്. പിന്നെ ചോറുണ്ട്, ചോറ് പൊന്നു കഴിക്കും, കോൺഫ്ലേക്സ് ഞാൻ കഴിക്കും. ഹലോനോ? ഞാൻ പല്ല് കഴിച്ചിട്ടോ. ഇവൻ പല്ല് കേൾക്കാണ്ടോ കഴിക്കുന്നേ? ഞാൻ പല്ല് കേൾക്കും. കഴിച്ചിട്ടല്ലേ? പല്ല് തേച്ചു. നിന്റെ കള്ളത്തരം പിടിച്ചു പിന്നെ കണ്ടോ. മൊത്തം കിളികളുടെ വെച്ചാട്ടോ ഇവിടെ. നല്ല രസമുള്ള. അവിടെ മൊത്തം ഇന്നലെ കാണിച്ചില്ലേ, മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു എന്താണ്, കടുക് തോട്ടോ അങ്ങനത്തെ സംഭവം കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ക്യാരവാൻ താണ്ട് ഇവിടെ. ഗ്യാസ് ഓഫ് ആക്കട്ടെ. നമ്മൾ ചായ വെച്ചപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയത് ഞാൻ ഓഫാക്കാൻ മറന്നു കേട്ടോ. ഗ്യാസ് ഓഫാക്കി. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ നടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ ഉഴുത് മറിച്ചിടൂലേ, നിലം മണ്ണ് മൊത്തം ഇങ്ങനെ ട്രാക്ടർ കൊണ്ട് മൊത്തം ഇങ്ങനെ ഉഴുത് മറിച്ചിട്ടേക്കുന്ന പോലെയാണ് കേട്ടോ. ഇത് കടുകനെയാണോന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ കുഞ്ഞാ. നിനക്കെന്താ തോന്നുന്നേ? നീയാ പറഞ്ഞ കടുകാന്നത്? നീയല്ലേ പറഞ്ഞ കടുകാന്നത്? നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. നല്ല ചെറിയൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ സൈക്കിൾ ഇവിടെ പോകുന്ന ആൾക്കാരൊക്കെ, ഇവിടുത്തെ ആൾക്കാർ കുറേ ആൾക്കാർ ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു കുഞ്ഞ് ഇടവഴി, അത് ചെറിയൊരു മൊത്തം ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്കൊക്കെ. അപ്പം എന്തായാലും നമുക്കിനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം കേട്ടോ. ചായ അവിടെ കുടിച്ച് തീർക്കും കണ്ടോ. പൊന്നു അങ്ങനെ ചോറിണു കേട്ടോ. പൊന്നു ചോറിനാൻ വേണ്ടി അച്ചാറൊക്കെ ഇട്ടോണ്ടിരിക്കുക. പൊന്നു ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, വലിയ സംഭവമാണ്. കോൺഫ്ലേക്സ് ഒന്നും കഴിക്കും ഞാൻ കണ്ടോ. ഇവള് കോൺഫ്ലേക്സ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഞാൻ മാത്രം കോൺഫ്ലേക്സ് കഴിക്കത്തുള്ളൂ. കോൺഫ്ലേക്സ് കഴിക്കത്തുള്ളൂ. ഇവള് ചോറുണ്ണും, ഞാൻ കോൺഫ്ലേക്സ് കഴിക്കും. മാർക്ക് മാറ്. അവിടെ ചോറുണ്ടെന്ന് കണ്ടോ. ഇത് എത്ര അച്ചാറാവും? ഞാൻ 5 കഷ്ണം അച്ചാറോ 2 മുട്ടയും. ഒന്ന് എനിക്കൊന്ന് കുഞ്ഞു മാറ്. ഇവളെങ്ങനെ, ഇവളെ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കി കൊടുത്താൽ ഇവള് കഴിക്കത്തില്ല കേട്ടോ. ഇവിടെ വെച്ചോണ്ടിരിക്കും, തണുപ്പിക്കും അല്ലേടി. എനിക്ക് തണുത്ത ചായ ഇഷ്ടം. സ്കൈ ബേബി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മേടിക്ക് കൂട്ടിയിട്ടിരിക്കുക കേട്ടോ. കുഞ്ഞിനാണ് ഈ വെളിച്ചമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. നല്ല വെളിച്ചല്ലേ ഉള്ളിലേക്ക്, പുറത്തേക്ക് ആകാശം കാണുമ്പോൾ. ഇവിടെ നോക്കുമ്പോൾ ആകാശം കാണാം കണ്ടോ. അങ്ങനെ ആകാശം കാണുമ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെപ്പാ. ഞാനിപ്പോൾ ഈ തല വെച്ചിരിക്കുന്ന ഈ പലക കണ്ടോ, ഭിത്തി, ഇത്
അതിനകത്ത് എവിടെ എന്തെങ്കിലുമൊക്കെ വാൾ സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കണം കേട്ടോ. അത് പഴയതായതുകൊണ്ട് നമ്മുടെ അടുത്ത് അവിടെ ഒന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും വാൾ സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കണം വാങ്ങിച്ചിട്ടുമല്ല. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഈ പൂക്കളുടെ ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂക്കളൊക്കെ ആണ് ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാൾ സ്റ്റിക്കർ വാങ്ങി ഒട്ടിക്കണം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയും ചെറുതായിട്ട് നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഷീറ്റ് പിടിച്ച് പിടിക്കാനോ ഈ വെള്ളോ? എന്നിട്ടോ എന്നിട്ട് നമുക്ക് 4 കമ്പ് കിട്ടുവാണെങ്കിൽ ഇത് തുണി കിട്ടുക നമ്മുടെ നാട്ടിലെ പോലെ. എന്നിട്ട് ആ മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായി വെള്ളം കിട്ടും. എന്നിട്ട് അടിയിൽ ബക്കറ്റ് വെച്ചെടുത്താൽ മതി. എവിടെ വെക്കാനാ? എന്നിട്ട് പറമ്പ് ആ കാണുന്ന സ്ഥലത്തോ? പൊന്നു പറയുന്നതാണ്ട് ആ കാണുന്ന പറമ്പില്ലേ, പറമ്പല്ല, അവിടെ മൊത്തം ഉഴുത് മറിച്ചിട്ടേക്കും കേട്ടോ. അവിടെ കൊണ്ടുപോയിട്ട് നമ്മള് എന്താണ് തുണി കൊണ്ടുപോയി വെച്ചിട്ട് വെള്ളം ശേഖരിക്കാൻ പൊന്നു പറയുന്നുണ്ട്. എടി മണ്ടത്തരം പറയാതെ. എടി നാട്ടിൽ നടക്കുള്ളൂ. ഇവിടെ ഇതൊക്കെ എങ്ങനെ ഇതാക്കാനാ? തോർത്തൊക്കാനോ? നമ്മുടെ വൈറ്റ് തോർത്തുണ്ട്. അത് 4 കമ്പ് കെട്ടിട്ട് കെട്ടുക. 4 സ്ഥലത്ത് നമ്മുടെ കമ്പി ഉണ്ട് നമ്മുടെ കയ്യില്. എന്നിട്ട് അത് മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മഴ പെയ്യുമ്പോ അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കുക. വെള്ളം കിട്ടി നമുക്ക് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാലോ. ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാം. മഴ കാണിച്ചു തരാവേ. ഇത് തുറന്നാല് തുറന്നു. ഇതിൽ കൂടെ കാണുമോ? ഇതിൽ കൂടെ കാണുന്നുണ്ടോ? കേട്ടോ ആ കാണുന്ന സ്ഥലത്താട്ടോ പൊന്നു പറയുന്നത്. ആ മണ്ണ് കാണുന്നില്ലേ? വണ്ടി പോകുന്നുണ്ട്. ഏതാ നോക്കണേ? കൊറേ വെള്ളച്ചാട്ടം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതിയോ? എനിക്ക് തോന്നുന്നത് അത് നല്ല മഴ വേണം. ഇപ്പൊ അങ്ങനെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ല ചെയ്യാൻ പറ്റൂ. വലിയ മഴ പെയ്യുമ്പോ നമ്മളങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ താണ്ടെ പൊന്നൊരു തുണി എടുത്തിട്ടുണ്ട് മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടിട്ട്. വൈറ്റ് കോട്ടൺ കേട്ടോ. നമ്മളെടുത്താണ്ട് ഇന്നത്തെ വെള്ളം ഏകദേശം തീർന്നായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഓർത്തിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്ത് കേട്ടോ. വെള്ളം കിട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇത്തിനെ ചിണുങ്ങി ചിണുങ്ങി പെയ്യുന്ന മഴയാ. അപ്പൊ ഇത് കൂട്ടുകാരെ ഇച്ച കമ്പിയും കൊണ്ട് പോവാട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എടുത്താണ്ട് ബക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ കമ്പിയും. നമ്മൾ അതിനകത്ത് തുണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തുണി 2 കമ്പിയും കൂടെ വേണം. 2 കമ്പി നമ്മൾ ഇവിടെ നട്ടു എടുക്കുന്നേ. ഇത് കണ്ടോ? ഇതാട്ടോ ഞാൻ പറയുന്ന സ്ഥലം. കണ്ടോ ഇവിടെ മൊത്തം ഉഴുത് മറിച്ചിട്ടേക്ക്. ഇത് നട്ടേക്കുന്നതാണോ? ഇതിവിടെ നട്ടേക്കുന്ന കേട്ടോ. ഇവിടെ എന്തോ നട്ടിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് ലെവലിൽ നട്ടേക്കുന്ന കണ്ടോ. മഴ പെയ്തിട്ട് ഇവിടെ. അപ്പോൾ നമുക്ക് 2 കമ്പി താണ്ടെ ഈ 2 ഇതെടുക്കാം കേട്ടോ. ഈ 2 കമ്പി എടുക്കാം നമുക്ക്. ഇവിടെ നടുക്ക് നമുക്ക് ഇവിടെ നട്ടിട്ടില്ലല്ലോ ഒന്നും. ഇത്രയും ഭാഗത്ത് നട്ടിട്ടില്ല. അപ്പം ഈ നടാത്ത ഭാഗത്ത് നമുക്ക് ഈ ബക്കറ്റ് വെക്കാം. അപ്പോൾ നാടെ കൂട്ടുകാരെ നമ്മളാടെ 4 കാലും ഇങ്ങനെ കുത്തി നടുക്കാണ്ട് വെള്ളത്തുണിയും വിരിച്ചു. എന്നിട്ട് ഈ കല്ല് കണ്ടോ? ഈ കല്ല് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൊന്ന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ 4 കൂടിയ കവലയിൽ നിന്ന് പൊന്നു വന്ന് പറക്കി വെച്ച കല്ലാണ് കേട്ടോ. എന്തോ 4 കൂടിയ കവലയിൽ നിന്ന് കല്ല് പറക്കി വെച്ചാൽ എന്തൊക്കെയോ ഉണ്ടെന്നോ, എന്തോ ഐശ്വര്യമാണോ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പറക്കി വെച്ചത്. പിന്നെ നമ്മൾ അവിടെ ബക്കറ്റെല്ലാം ക്ലീനാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കിട്ടുമോ ഇല്ലെന്ന് കുറച്ചുകൂടെ നടുക്കോട്ടാക്കണം ബക്കറ്റ്. ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലാട്ടോ ബക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി നോക്കാം കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. എന്തായാലും വെള്ളം കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. ഇവിടെ നോക്കി എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നു. മഴ ചാറുന്നുണ്ട് കുഞ്ഞാ. എൻ്റെ പൊന്നെ ചെരുപ്പ് മൊത്തം ചെളിയായിട്ടോ. കണ്ടോ? ഇല്ല കണ്ടോ ഇത്രയും ചെളിയുണ്ട്. ഇതും വെച്ചിട്ട് നമ്മൾ ക്യാരവാൻ്റെ ഉള്ളിൽ കയറിയാൽ ശരിയാവത്തില്ല. എടി വെള്ളമുണ്ടോ? ഇത് ചെരുപ്പ് കഴിയാൻ വെള്ളമുണ്ടോ? മഴ തുടങ്ങിയിടി. എവിടെ വെള്ളം? ഈ വെള്ളമാണ് അവൾ പറഞ്ഞേ. നല്ല ചെളിയായിട്ട് നമ്മൾ വേറെ എവിടെയും വെള്ളം കിട്ടി കിടപ്പില്ലല്ലോ കാല് കഴുകാൻ. ഇവിടെയുണ്ട്. അയ്യേ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ നമുക്ക് നനയുന്നുണ്ട് കേട്ടോ. അയ്യേ ഇപ്പം കാല് അടി വൃത്തിയാക്കി. ഇപ്പം മേലെ മൊത്തം ഇതായല്ലോ, വൃത്തികേടായല്ലോ. പൊന്നോ എവിടെ? ഗ്യാസോ? എടി കേക്കുന്നില്ല. ഗ്യാസ് ഓണാക്കാനോ? എന്തിന്? കഞ്ഞിയോ? ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കി. എൻ്റെ കാല് മൊത്തം ചെളിയായിടി.
എടി ചെളി വെള്ളത്തിൽ തന്നെ കഴുകിട്ടാ പറഞ്ഞ മൊത്തം ചെളിയായിന്ന് കപ്പച്ചെളിയായി ഇപ്പൊ. അപ്പൊ ഇനി നമുക്ക് അരി ഇടാം കേട്ടോ. നല്ല അരി ഇട്ട് നല്ല കഞ്ഞി കുടിക്കാം, കഞ്ഞിയും പയറും ഇട്ട് കുടിക്കാം. കഞ്ഞി വെച്ച് കുടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് കഞ്ഞിയും പയറും വെക്കാൻ പോകാം കേട്ടോ. നമ്മളത് അരിയുണ്ട്, അതുപോലെ തന്നെ പയറും ഉണ്ട്, ചെറുപയറും ഉണ്ട്. അപ്പൊ നമ്മള് കഞ്ഞിയും പയറും വെക്കാൻ പോകും. നല്ല മഴ കേട്ടോ പുറത്ത് കണ്ടോ. നമ്മുടെ ബക്കറ്റിനകത്ത് വെള്ളം നിറഞ്ഞാൽ മതിയായിരുന്നു. അറിയോ? മിക്കവാറും വെള്ളം നിറയുമായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത് ഉള്ള വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളം. അപ്പൊ നമുക്ക് കുടിക്കാനൊക്കെ. ചെരുപ്പ് വേണ്ടേ? പുറത്ത് വെച്ചില്ല. ആ ചെരുപ്പ് കഴുകാനിടാ അല്ലേ? അകത്ത് കയറ്റി വെക്കരുത് പറഞ്ഞിട്ട് നോക്കിയേ. ചെരുപ്പ് കഴുകി വൃത്തിയാക്കി ഈ ചെരുപ്പ് നോക്കിയേ. നീ വഴക്കൂടല്ലേ? ഇത് അവിടെ ഇട്ടാ പോരെ? അവിടെ ഇട്ടാൽ എങ്ങനെ നനയാൻ? ഏതെങ്കിലും പുറത്തെങ്ങനെ കൊണ്ടുവരും. അവിടെ ഇട്ട് നനഞ്ഞോളും. അരി വെക്കാം. ലോക്ക് ചെയ്യട്ടെ. രണ്ടും അടയ്ക്കാം. നല്ലോണം മഴ പെയ്യണേ, നല്ലോണം വെള്ളം കിട്ടണേ. നമുക്ക് ബാത്റൂമിൽ കുളിക്കാനൊക്കെ എടുക്കാട്ടോ വെള്ളം അങ്ങനെയാണെങ്കിൽ. കാരണം നമ്മൾ എടുത്തോണ്ടല്ലോ, നമുക്ക് കുളിക്കാനാണെങ്കിൽ നമ്മൾ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കുളിക്കാനുള്ള വെള്ളം നമുക്ക് ഈ വെള്ളം കിട്ടുവാണെങ്കിൽ, നമുക്ക് ബക്കറ്റിൽ വെള്ളം കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതായിരുന്നു അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ. കണ്ടോ വെള്ളം നോക്ക്, മഴ പെയ്ത് നോക്ക് കണ്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നോക്ക് എടി നാട്ടി ഇതിലെ വെള്ളം ചാടുന്നുണ്ട് എടി. ഇതിലെ പുറത്തൂടെ കണ്ടോ. ഈ വെള്ളമൊക്കെ ശേഖരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എന്താന്ന് വെച്ചാണ്ടല്ലോ, ഇവിടെ നമുക്ക് വെള്ളം സ്കൈവേ മഴയൊക്കെ പെയ്യുന്ന കേട്ടെ ഇങ്ങനെ കിടക്കും കേട്ടോ. നമുക്ക് മേലെ ഇങ്ങനെ നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. ഇതിന്റെ മേലെ കൂടെ നല്ല ഒച്ച കേൾക്കുന്നുണ്ട് മഴ പെയ്യുന്നേ. അപ്പൊ സ്കൈബേബി ആണെങ്കിൽ കണ്ടാ മഴ പെയ്യുന്ന ഒച്ച കേട്ട് സുഖിച്ച് കിടക്കുകയാണ് കള്ളി കുഞ്ഞിപ്പഞ്ഞ്. നല്ല കാറ്റാണല്ലോ നോക്ക്. നമുക്കിത് വെള്ളം കിട്ടും കുഞ്ഞാ. അപ്പൊ പൊഞ്ഞേ നല്ല മഴ. ഈ ബക്കറ്റോ? വെറുതെ വീണോളൂ. എന്റെ പൊന്നു കുഞ്ഞാ, പൊരിഞ്ഞ മഴയാ. പൊന്നു കുഞ്ഞാ അറിയണില്ലല്ലോ. എടാ നീ പോയി കുളിച്ചോ. ഞാൻ വേണേ പറയാതെ ഇടിയില്ല. വേണേ കുളിച്ചോ. കുളിക്കട്ടെ ഞാൻ. പോയി കുളിക്കണ. ഞാനെങ്ങനെയാണ് ഇപ്പൊ കുളിച്ചേനെ. സോപ്പ് വേണ്ടേ? സോപ്പ് എടുത്താട്ട് സംഭവം കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. തണുപ്പാണോ? ഇച്ചു കുളിക്കാട്ടോ കൂട്ടുകാരെ. അപ്പൊ കുളി നടക്കുന്നുണ്ട്. ഇപ്പൊ കാലം മഴ തീർന്ന സംഭവന്റെ കാര്യം കോമഡി ആയിരിക്കും. UK വന്നിട്ട് ആരുടെയായിട്ടായിരിക്കും ആരെങ്കിലും ഇങ്ങനെ വിളിക്കുന്നേ. തണുക്കുന്നുണ്ട്. അവളുടെ ഒരു ഐഡിയ. കുറച്ച് കഞ്ഞി തരുമോ? കഞ്ഞി വെക്കണം. നീ കഞ്ഞി വെച്ചില്ലേ? അതെ. നീ പന്തോക്കിയൊക്കെ ഒരു ഉത്തരവോ? കുഞ്ഞുവിനെ ഇവിടെ ഇട്ടോ. ബാത്റൂമിനെ കയറി. അവിടെ നനയ്ക്കല്ലടാ. നോക്ക് അത്രമാ നനച്ചുവൻ. എങ്ങനെ ഉണ്ടായിരുന്നു മഴയത്തെ കുളി? എന്റെ പൊന്നെ അങ്ങനെ മഴയത്ത് കുളിച്ചോ. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു മഴയത്ത് കുളിക്കണം. കറക്റ്റ് കുളിക്കാൻ. ഞാൻ വിചാരിച്ച സോപ്പ് വെച്ച് കഴിഞ്ഞാൽ മഴ നിന്നു. സോപ്പ് വെച്ച് കഴിയുമ്പോഴേ മഴ നിന്നു. ഞാൻ വെച്ച് പെട്ടെന്ന് എന്തോ ആയതിന് വീണ്ടും പിന്നെ മഴ പെയ്തോ. ഇല്ലായിരുന്നു ഇപ്പൊ എന്നാ ചെയ്തേനെ. കഞ്ഞി വെക്കാം. കഞ്ഞിയും പയറും. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കഞ്ഞിയും പയറും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയും പയറും പിന്നെ മുട്ടക്കറിയും പിന്നെ എന്താ ഇട്ടേക്കുന്നത്, നാരങ്ങാച്ചാറും. നമ്മളെ നാരങ്ങാച്ചാറില്ലേ അതോടെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മളെ എന്താ ഇവിടെയില്ല ഉപ്പില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഉപ്പ് മാത്രം വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയി. നല്ല അടിപൊളിയാ. ഉപ്പില്ല കേട്ടോ. വാലിട്ടിട്ടുണ്ടല്ലോ. ഞാൻ ചവയ്ക്കല്ലേ. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ വായില് വെച്ച് തരും. ഞാനിങ്ങനെ രണ്ടു ഊതും. അങ്ങനെയാ. നല്ല ചൂടാട്ടോ. ചൂട് നല്ല എരിവുണ്ട്. ഉപ്പ് മാത്രമില്ല. ഉപ്പില്ലാന്ന് ചിന്തിക്കണ്ട. ഉപ്പുണ്ടെന്ന് ചിന്തിക്ക്.
അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. ഇതാണ്ട് നമ്മൾ പുറത്ത് പോകും കേട്ടോ. നമ്മുടെ വെള്ളം എന്തൂരായി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റിൽ വെച്ചില്ലായിരുന്നോ. കാലിലാണെങ്കിൽ കണ്ടോ സോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോക്സ് അല്ല, പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് ചെളി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ഇതുണ്ടല്ലോ കാറ്റ് വീശിയില്ലേ, കാറ്റ് വീശിയപ്പോൾ പോയെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ നമ്മുടെ വെള്ളത്തുണി ചെളിയുമായല്ലോ. നാടെ കുഞ്ഞിൻ്റെ കല്ലൊക്കെ കരിക്കുന്നു. ഈ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി കാണിച്ചത്. മണ്ടത്തരായി പോയല്ലോ. അപ്പൊ കൂട്ടുകാരെ നമ്മള് മഴയത്ത് മഴ സംഭരണി വെച്ചതെല്ലാം പൊളിഞ്ഞു പോയിട്ടോ, ചീറ്റി പോയി. അതൊക്കെ കാറ്റ് പിടിച്ച് മൊത്തം പോയിട്ടോ, മൊത്തം ചെളിയില്. ഞാൻ പറഞ്ഞതാ എന്റെ ഒരു ഐഡിയ, ഞാൻ എന്റെ ഐഡിയ എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ശരിക്കും അങ്ങനെയുള്ള കൂട്ടുകാരെ 4 തുണിയൊക്കെ വെച്ച് നമ്മളപ്പോ ഇവിടെ അടുത്ത് വെള്ളം കിട്ടും നോക്കാൻ വേണ്ടി പോട്ടോ, വല്ല തോടോ അരുവി എന്തെങ്കിലും നോക്കാൻ വേണ്ടി പോട്ടോ. നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, കുറച്ച് വെള്ളം കിട്ടുവാണെങ്കിൽ നമുക്ക് പാത്രം കഴുകാനും അങ്ങനെയൊക്കെ എടുക്കാലോ. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഒരു കുഞ്ഞ് അരുവി കണ്ടേ, അപ്പം അവിടെ വരെ നമ്മൾ പോവുകയാണ്. ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, കന്നാസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഇന്നലെ വന്നേരെ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലേ ചേ, അതിന്റെ നേരെ കുറച്ച് താഴെയാണ് ഞാൻ കണ്ടത് പാലം. ആ വെള്ളമുണ്ട്, വെള്ളമുണ്ട്, നല്ല ചളി വെള്ളം. ഈ കാട്ടുവെള്ളമാണോ നീ എടുക്കാൻ വേണ്ടി വന്നേ? എടാ ഞാൻ പക്ഷെ വെള്ളം ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ചീത്ത വെള്ളവും ഞാൻ അതെടുത്ത് ശരിയാവില്ല. എന്റെ പൊന്നെ ഞാനിതാ പോണേ. അത് ചിലപ്പോ മഴ പെയ്തിട്ടായിരിക്കും ചെളിയായത്. ആ വലിയ മഴ പെയ്തില്ലേ കണ്ടോ, ആ വണ്ടി വരുമ്പോ നമുക്ക് സ്ഥലമില്ല കേട്ടോ. അതാടാ കുറച്ച് മുന്നിലതാ സ്ഥലം. ഓ ചെക്കല്ല, വണ്ടി ഭിത്തിയിലാ കയറ്റി വെച്ചേക്കുന്നേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു, പക്ഷെ നമുക്ക് വെള്ളം കിട്ടിയില്ല. നമുക്ക് വെള്ളം എന്തായാലും നാളെ എവിടുന്നേലും കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് അരുവി ഇന്ന് ചിലപ്പോ കലങ്ങിയോണ്ടായിരിക്കും, മഴ പെയ്ത് കലങ്ങിയോണ്ടായിരിക്കും. നമ്മള് പിന്നെ തീരുന്നത് വേഗം വേഗം സ്റ്റോക്ക് ചെയ്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അതുകൊണ്ടാട്ടോ നമുക്ക് തീരുന്നിരുന്ന ഇപ്പം സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ആ ക്യാനിൽ നമ്മൾ നിർത്തിയ ക്യാനിനകത്ത് വെള്ളമുണ്ട്, ഇന്നലത്തെ ആ വലിയ ക്യാനിനകത്ത്. അത് നമുക്ക് അതാണ് കുപ്പിയിലെ മാത്രമാണ് 4 കുപ്പിയിലെ വെള്ളം എടുത്തിട്ടുള്ളൂ നമ്മളിന്ന്. അതല്ല, അതെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാനൊക്കെ എടുക്കാമല്ലോ അങ്ങനത്തെ വെള്ളം കിട്ടുവാണെങ്കിൽ. കുളിക്കാൻ നമുക്ക് ബാത്റൂം പർപ്പസിനൊക്കെ യൂസ് ചെയ്യാമല്ലോ. മറ്റേതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം, നല്ല വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ അത്രേ ഉള്ളൂ കൂടെ. ഇന്നത്തെ വിശേഷം നാളെ കാണാം. ഓക്കേ.